നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ 6-ാം തീയതി, അതായത് 6/6/2025, കൊല്ലവർഷം 1200, ഇടവമാസം 23-ാം തീയതി, ശുക്ലപക്ഷ ഏകാദശി തിഥിയും, അതായത് നിർജ്ജല ഏകാദശി തിഥിയും അത്തം നക്ഷത്രവും വരുന്ന ദിവസം സൂര്യോദയം 5:45 AM-നും സൂര്യാസ്തമനം 6:29 PM-നും രാഹുകാലം 10:32 AM മുതൽ 12:07 PM വരെയും ഗുളികകാലം 7:20 AM മുതൽ 8:56 AM വരെയും യമകണ്ഠകാലം 3:18 PM മുതൽ 4:54 PM വരെയും അഭിജിത്ത് മുഹൂർത്തം 11:43 AM മുതൽ 12:05 PM വരെയും 12:09 PM മുതൽ 12:31 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭക്കൂറുകാർക്കാണ്. ഈ ദിവസം, അതായത് കുംഭം 24-നാണ്, അതായത് 10:10 10:10 ഹരിവാസര ആരംഭിക്കും. 23-ാം തീയതി ഏകാദശി തിഥി നാള് 10:10 ഹരിവാസര ആരംഭമാണ്. 11:26, അതായത് പിറ്റേ ദിവസം ഇടവം 24-ാം തീയതി ശനിയാഴ്ച 11:26 ആകുമ്പോഴേക്കും ഹരിവാസര അവസാനിക്കുകയും ചെയ്യും. അപ്പൊ ഏകാദശി തീർന്നു കഴിഞ്ഞിട്ടാണ് ഹരിവാസര സമയം അവസാനിക്കുന്നത്. അപ്പൊ നിർജ്ജല ഏകാദശിയിലെ ഹരിവാസരം തുടങ്ങുന്നത് 23-ാം തീയതി, ഇടവ 23-ാം തീയതി, അതായത് ജൂൺ 6-ാം തീയതി 10:10 ഹരിവാസരം തുടങ്ങിയിട്ട് ജൂൺ 7-ാം തീയതി 11:26 രാവിലെ 11:26 ഹരിവാസര അവസാനിക്കും. അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏകാദശി ആയതുകൊണ്ട് എല്ലാവരും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ഇതുകൊണ്ട് മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും അനുഗ്രഹം കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. ഈ ദിവസം, അതായത് വെള്ളിയാഴ്ചയും പിന്നെ അത്തം നക്ഷത്രമൊക്കെ, അത്ത അവസാനം ചിത്തിര തുടങ്ങുകയാണ്. ആ ദിവസം നിർജ്ജല ഏകാദശിയാണ് നമ്മൾ പറഞ്ഞു. അപ്പം രാശിയൊന്ന്, ഗ്രഹനിലയൊന്ന് നോക്കാം. ഉദയമായിട്ടും സൂര്യനായിട്ടും ബുധനായിട്ടും നിൽക്കുന്ന, ഉദയവും സൂര്യനും ബുധനും നിൽക്കുന്ന ഇടവൻ രാശിയിലാണ്. ചന്ദ്രൻ നിൽക്കുന്നത് കന്നി രാശിയിലാണ്. കർക്കിടകൻ രാശിയിൽ ചൊവ്വ, ഗുരു വന്നിട്ട് മിഥുനത്തിൽ. അതുപോലെ ഗുരുവിൻ്റെ അടുത്ത് കൂടെ തന്നെ ഗുളികോദയവും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ വന്നിരിക്കുന്നത് മേടൻ രാശിയിലാണ്. മന്ദൻ വന്നിരിക്കുന്നത് മീനൻ രാശിയിലാണ്. സർപ്പി കുംഭൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ കേതുവും വന്നിരിക്കുന്നു. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഡംബര വസ്തുക്കൾ വാങ്ങും, രോഗം ഭേദമാകും, ധൈര്യവും സാമർഥ്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടും. അതുപോലെ തന്നെ അവനവൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വലിയ ഗുണം ചെയ്യും. എന്തിനെക്കുറിച്ചാണേലും ഒരു കാഴ്ചപ്പാടുകൾ, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. സാമ്പത്തിക പ്രയാസങ്ങളും അല്പസ്വല്പം കുറഞ്ഞു കിട്ടും. തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ തിരുത്താനുള്ള ഒരു മനസ്സ് വരും. അങ്ങനെ ആ തെറ്റുകൾ തിരുത്തി മുന്നേറുമ്പോൾ സന്തോഷവും സമാധാനവും വന്നു ചേരും. അതുപോലെ തന്നെ വീട് പണി തുടങ്ങാനൊക്കെ പറ്റിയ സമയമാണ്. പഠന നിലവാരമൊക്കെ മെച്ചപ്പെടുന്ന ദിവസമാണ്. അപേക്ഷിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അവഗണിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുവാനുള്ള ഒരവസരവും കൂടി വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുമിത്രാദികളെ കൊണ്ട് അല്പ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കളത്ര കലഹവും മനോവിഷമവും സാമ്പത്തിക നഷ്ടമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം ഉറപ്പുവരുന്നതാണ്. സന്താനങ്ങൾ സുഖവും സന്തോഷവും അനുഭവിക്കാനുള്ള, സന്താനങ്ങൾക്ക് സുഖവും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. ഈ ദിവസം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നതിന് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുപോലെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാണ്.
ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി മാറ്റത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ ഒന്നൊന്നായി സാധിച്ചെടുക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്യുവാൻ ശ്രമിക്കും. കുറച്ചൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്യും. വിദേശത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. വിശിഷ്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഒരു സമയം കണ്ടെത്തും. സാഹിത്യ പ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന അവസരമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. തൊഴിലാളികൾക്കാണെങ്കിൽ മികച്ച ജോലി ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. സമാധാനവും സന്തോഷവും ഒക്കെ വീണ്ടെടുക്കും. സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളുമൊക്കെ കൈവരും. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. ജീവിതശൈലിയിൽ ചില ചിട്ടകളൊക്കെ പഠിക്കും. സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. ശത്രുക്കളുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. അന്യദേശത്തേക്ക് ഒളിച്ചോടിയാലോ എന്നുവരെ തോന്നിപ്പോകും. ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും അഭിവൃദ്ധി വരുന്നതിനായി നല്ല കഠിന പരിശ്രമം ആവശ്യമാവുകയും ഈശ്വര പ്രാർത്ഥന കൊണ്ട് അതൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മനോദുഃഖമൊക്കെ മാറി ഭാര്യയുമായുള്ള കളത്രവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. കഴിയുന്നത് ശിവങ്കൽ ജലധാര നടത്തുന്നത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, മഹാവിഷ്ണുവിന് തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട് ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത, ബന്ധുമിത്രാദികളുമായി കലഹം, ശാരീരിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമൂഹികവും സാമ്പത്തികവുമായ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ തന്നെ ദ്രവ്യലാഭം, സന്തോഷവും ഒക്കെ ലഭിക്കും. ആദരവ്, ഉദ്യോഗക്കയറ്റം, സാമ്പത്തികമായ ഉയർച്ച, കീർത്തി ഇവയൊക്കെ ഉണ്ടാകും. തിരുവോണം, അവിട്ടമൊക്കെ നാളുകൾ വളരെ നല്ലതാണ്. വരവും ചെലവും ഒന്നും പൊരുത്തപ്പെടില്ല. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വഞ്ചിതരാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഢപ്രവൃത്തികളിൽ ആകർഷിക്കപ്പെടുവാനുള്ള യോഗമുണ്ട്. അതുപോലെ സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരും. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തന്നെ തേടിയെത്തും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തരുടെ കയ്യിൽ നിന്ന് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു യോഗവുമുണ്ട്. പൈതൃക സ്ഥാനത്ത് നിന്ന് അനുഗ്രഹമൊക്കെ ലഭിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ അനുകൂലമാക്കുവാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട്. മക്കളുടെ വിവാഹ കാര്യവും തീരുമാനമാകും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമായതുകൊണ്ട് ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി തരുവാൻ വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കുന്ന സമയമാണ്. സ്വയം നിയന്ത്രണവും അച്ചടക്കവുമൊക്കെ ശീലിക്കും. കലാപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകും. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനായി അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പുതിയ ജോലി ലഭിക്കും. സന്താന സൗഭാഗ്യത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കച്ചവടത്തിൽ കൂടുതൽ പണം മുടക്കാൻ പറ്റിയ അവസരമാണ്. ആരോഗ്യകാര്യത്താൽ ശ്രദ്ധ വേണം. മുൻപ് ശ്രമിച്ച ചില കാര്യങ്ങൾ, അന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടും ചെയ്ത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസിക വിഷമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അനുഭവിക്കേണ്ടതായി വരും. മാതൃകുടുംബാംഗങ്ങളുമായി പിണങ്ങേണ്ട ഒരു സാഹചര്യം വന്നേക്കും. ദുർച്ചെലവുകൾ വരുന്ന സമയമാണ്. മാനസിക സംഘർഷം വർദ്ധിക്കും. വീട് മൂടി പിടിപ്പിക്കും. കുടുംബത്തിൽ സുഖവും സന്തോഷവും ശത്രുക്കളുടെ മേൽ വിജയവും ഒക്കെ ഉണ്ടാകും. എന്നാൽ വാഗ്വാദങ്ങളൊന്നും വരാതെ കാക്കേണ്ടതാണ്. കാര്യതടസ്സവും ഉദരരോഗവും ഒക്കെ വരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മൂത്രാശയ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതീക്ഷകളൊക്കെ സഫലമാക്കുന്നതിന് വേണ്ട പ്രാർത്ഥനകൾ ചെയ്യുക. അപ്രതീക്ഷിത ധനപ്രാപ്തി, ഭൂമി വാങ്ങാനുള്ള ഒരു യോഗം, ഇവയൊക്കെ
ഒക്കെ കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് നല്ല സഹായമാണ് ലഭിക്കുക. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അത്യാപത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഗണപതി ഭഗവാന് നാളികേരം അടച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൂര്യ ഭഗവാന്റെയും കൂടി അനുഗ്രഹമുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും കൂടി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ ലഭിക്കുക, മറ്റുള്ളവരുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും പാത്രീഭൂതനാകുക, അതുപോലെ തന്നെ സ്ഥാനലബ്ധി, സാമ്പത്തിക നേട്ടം, അതുപോലെ മാതൃ സഹോദര സഹായം, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധി, രക്തസമ്മർദ്ദമുള്ളവർക്കാണെങ്കിൽ ആശുപത്രിവാസത്തിനുള്ള യോഗം, സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗം, സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ദൂര സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യമൊക്കെ തെളിഞ്ഞ് വരും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി തീരുന്ന സമയമാണ്. ഏറ്റെടുക്കുന്ന ജോലിയെല്ലാം ഭംഗിയായി ചെയ്യുവാൻ സാധിക്കും. വസ്ത്രവ്യാപാരികൾക്ക് സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കലാകാരന്മാർക്ക് അനുകൂല സമയമാണ്. രാശിനാഥയായ മൂകാംബിക ദേവി പ്രാർത്ഥിക്കുന്നത് വഴി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിന് രോഗം വരുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മാനസിക ബുദ്ധിമുട്ടുകൾ അപ്രതീക്ഷിത ആപത്തിനെ ക്ഷണിച്ചു വരുത്തിയേക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. കുടുംബസ്വത്ത് ലഭിക്കുവാനും അതല്ലെങ്കിൽ അതിന് പകരം പണം ലഭിക്കുന്നതിനോ സാധ്യത തെളിഞ്ഞു വരുന്നു. സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. ശ്രദ്ധയെ ആകർഷിക്കും. സർവവിധ ദുഃഖങ്ങളും അകന്നു പോകുന്ന സമയമാണ്. ശത്രുക്കൾ മിത്രങ്ങളാകും. സാമ്പത്തിക ഉന്നതി, സന്താനങ്ങളാൽ സന്തോഷം, അവിവാഹിതർക്ക് വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യം, രോഗികൾക്ക് യോഗശാന്തി, ഇവയെല്ലാം ഒന്നൊന്നായി വന്നു ചേരുന്നതായി കാണാം. അതുകൊണ്ട് മനസ്സു തുറന്ന് രാജരാജേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മനസ്സറിഞ്ഞ് വിഷ്ണു ഭഗവാനെയും രാജരാജേശ്വരിയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നന്നായി തെളിഞ്ഞു വരും. സ്വജന വിരഹത്താൽ ദുഃഖിക്കേണ്ടി വരുമ്പോഴും ഈ വിരഹത്തിൻ്റെ കാരണം കണ്ടെത്തി ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവിധ പ്രതിസന്ധികളും അഴിച്ചു മാറ്റി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇരിക്കുന്നതാണ്. രാശിനാഥനായ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ ദിവസം ഐശ്വര്യപൂർണമാക്കി തീർക്കുവാൻ സാധിക്കും. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്ന കാലമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാകും. അന്യരിൽ നിന്ന് നേട്ടങ്ങളും സഹായങ്ങളും ലഭിക്കും. തൊഴിൽപരമായ പുതിയ ബന്ധങ്ങൾ തന്നെ ഉണ്ടാവും. കടബാധ്യതകൾ തീർന്നു പോകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അനുയോജ്യമായ സാധനം വാങ്ങി വയ്ക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. ജോലിയുമായി ബന്ധപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഓർഡർ വരുന്നതാണ്. എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. മനസ്സ് തുറന്ന് പ്രവർത്തിക്കുക. കർമ്മരംഗത്ത് വന്നിരിക്കുന്ന എല്ലാ ഗുണങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തന്നെ ഭവിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യ സാഹചര്യങ്ങൾ ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. പരീക്ഷയിൽ ഉയർന്ന വിജയം നേടും. അഭിമാനാർഹമായ നേട്ടമുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. മധ്യസ്ഥത, ജാമ്യം തുടങ്ങിയവ ആനുകൂല്യങ്ങൾ ലഭിക്കും. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കഠിന പരിശ്രമം ചെയ്യേണ്ടതായി വരും. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നെ തേടിയെത്തും. കണ്ടകശനിക്കാലമായതുകൊണ്ട് ശനീശനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയും ഹനുമാൻ സ്വാമിയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും.
ശുഭപ്രതീക്ഷ പുലർത്തും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ആസ്വാദ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് ശ്രമിക്കും. ജനശ്രദ്ധ പിടിച്ചുപറ്റും. തൊഴിൽ രംഗത്തെ കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകതരുന്ന സമയമാണ്. ആഗ്രഹിച്ചവരുമായി ഒത്തുചേരുന്നതിനുള്ള യോഗവും വന്നു ചേരും. ഉത്തരവാദിത്വങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായി വരും. അബദ്ധങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുരംഗത്ത് വഞ്ചിക്കപ്പെടുവാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു വരും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് വളരെയേറെ ശ്രമിക്കേണ്ടതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. പുതിയ ജോലി ലഭിക്കും. സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ ചോറ്റാനിക്കരയമ്മയെ പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ഏകാദശി നാളായതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നന്നായിരിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയജനങ്ങളുമായി ദൂരയാത്ര ചെയ്യും. തൊഴിൽ രംഗത്ത് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള കാലമാണ്. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരും. പ്രിയജനങ്ങളുമായി കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും. ചർച്ചകൾ ജയപ്രദമാകും. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ അനുവാദമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ഭയമെല്ലാം മാറി കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനുള്ള ഒരു ഇടവരും. മനഃചാഞ്ചല്യം മാറി, മനക്കഷ്ടങ്ങളെല്ലാം മാറി, മനസ്സമാധാനത്തോടുകൂടി സന്തോഷപൂർണമായി ജീവിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥനായ ശനീശ്വരനോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി ഭവിക്കുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു. ധൈര്യവും സാമർഥ്യവും ഒക്കെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള സമയമാണ്. സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും നേടിയെടുക്കും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കും. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ശ്രമിക്കും. പൈതൃക സ്വത്തുക്കൾ ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ മക്കളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ വിജയിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് മാത്രമല്ല തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിലും വ്യക്തമായ തീരുമാനമെടുത്ത് ഇണയോടൊപ്പം സന്തോഷമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും തെളിഞ്ഞു വരുന്നതാണ്. സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ മാത്രം എല്ലാവിധ നന്മകളും ചെയ്തു തീരുന്നതിന് ഗണപതി ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും ശുഭമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദുർഗാദേവിയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ഈ നിർജ്ജല ഏകാദശി നാൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.